എല്ലാ കൂട്ടുകാർക്കും KJN അസോസിയേഷൻ്റെ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ മാസം 14-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി 14-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് നമുക്കിതിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം. അതുകൂടാതെ നമുക്ക് ഫീ പേയ്മെൻറ്റൊക്കെ നടത്തി ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 16, അതായത് ഫെബ്രുവരി മാസം 16-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ്. ആപ്ലിക്കേഷനുകളിൽ വന്നിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ എങ്കിൽ അതൊന്നും കൂടി പരിശോധിച്ച് നമുക്ക് റീസബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ഈ മാസം 18, 19 തീയതികളാണ്. 18-ാം തീയതി മുതൽ 19-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് നമുക്ക് റീസബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ഉള്ളത്. BPM, ABPM, ഡാക് സേവക് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇതിൽ BPMൻ്റെ സാലറി വരുന്നത് 12,000 മുതൽ 29,380 വരെയും, ABPM അല്ലെങ്കിൽ ഡാക് സേവകിൻ്റെ BPMൻ്റെയും ഡാക് സേവകിൻ്റെയും ഇത് 10,000 മുതൽ 24,470 രൂപ വരെയാണ്. ഇതിൻ്റെ പ്രായപരിധി പറയുന്നത് 2026 ജനുവരി 1 18 വയസ്സ് തികഞ്ഞിരിക്കണമെന്നാണ് മിനിമം പറയുന്നത്. മാക്സിമം പറയുന്നത് 40 വയസ്സ് വരെയാണ്. നമുക്ക് നിയമാനുസൃതമായിട്ട് SC ST കാറ്റഗറിക്കാർക്ക് 5 വർഷവും 5 വയസ്സ് വരെയും, അതുപോലെ തന്നെ OBC കാറ്റഗറികൾക്ക് 3 വയസ്സ്, അതുപോലെ തന്നെ PWBS അതായത് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10 വർഷവും, ഈ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർ പ്ലസ് OBCയും കൂടി ആകുമ്പോൾ 13. അതേസമയം പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് SC or ST കാർക്ക് 15 വർഷവും 15 വയസ്സും വരെയും ഇളവ് ലഭിക്കുന്നതാണ്. കൂടാതെ ഇതിൻ്റെ മിനിമം നമ്മുടെ യോഗ്യത പറയുന്നത് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം, സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം, കൂടാതെ ആ ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഏരിയയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അറിവും ഉണ്ടായിരിക്കണം എന്നിവയാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ പോസ്റ്റിലോട്ട് അപേക്ഷിക്കുന്നതിന് 100 രൂപ ഫീസ് വരുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. SC ST വനിതകൾ, അതുപോലെ PWBD, അതുപോലെ ട്രാൻസ് വുമൺ എന്നുള്ളവർക്ക് ആപ്ലിക്കൻസ് എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള ആപ്ലിക്കൻസിന് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഓൺലൈനായിട്ട് വേണം ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈൻ ഫീസ് അടച്ചിട്ട് ഒരു തവണ, കൂടാതെ വേറൊരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് നമുക്കത് റീഫണ്ട് ചെയ്ത് കിട്ടാനുള്ള യാതൊരു നിബന്ധനയുമില്ല. അഥവാ നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അത് അടച്ചതാണ്, പിന്നെ നമുക്ക് റിട്ടേൺ കിട്ടുന്നതല്ല എന്നുള്ളത് കൂടി നോട്ടിഫിക്കേഷനിൽ പ്രധാനമായും പറഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും JPG മോഡലിൽ വേണം നമ്മളത് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഫയൽ സൈസ് പറയുന്നത് 30 KB മുതൽ 100 KB വരെ ആയിരിക്കണം. അതിൻ്റെ ഇമേജ് ഡയമെൻഷൻസ് 320 × 400 പിക്സൽസിലായിരിക്കണം. വിഡ്ത്തും ഹൈറ്റും 4:5 എന്നുള്ള വിഡ്ത്ത് ഹൈറ്റ് 4:5 എന്നുള്ള റേഷ്യോയിലായിരിക്കണം. DPI 72 മുതൽ 150 വരെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ വൈറ്റ് ഓർ ലൈറ്റ് കളേർഡ് ആയിരിക്കണം. കൂടാതെ അപ്പോൾ നമ്മളെ ഫോട്ടോ സാധാരണ രീതിയിലുള്ളൊരു സാധാരണ നമുക്ക് ബേസിക് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സിഗ്നേച്ചറും പറയുന്നത് ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ കൊണ്ടുള്ള സിഗ്നേച്ചർ ആയിരിക്കണം. JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ 20 KB മുതൽ 100 KB വരെയുള്ള സൈസിലായിരിക്കണം. ഇതിനും അതുപോലെ തന്നെയാണ് പറയുന്നത്. ഡിജിറ്റൽ ടെക്സ്റ്റ് സിഗ്നേച്ചറിൽ പാടില്ല. നമ്മൾ സാധാരണ പേപ്പറിൽ ഒപ്പിടണ പോലെ ഒപ്പിട്ടിട്ട് അത് സ്കാൻ ചെയ്ത് കയറ്റിയിട്ട് വേണം അത് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. മസ്റ്റായിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കൃത്യവും വ്യക്തമായാണ് നോക്കണം. വ്യക്തമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ഒരിക്കൽ കൂടി ആ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് കൃത്യവും വ്യക്തമാണോ എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. അതുപോലെ തന്നെ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും എഡിറ്റിങ്ങിൽ പിന്നെയും പാളിച്ചകളുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം എഡിറ്റിംഗ് തീയതികളിൽ എഡിറ്റ് ചെയ്യാനായിട്ട്. കൂടാതെ നമ്മൾക്കിപ്പോൾ പറയുന്നത് കേരളത്തിലെ ഒഴിവുകളിലോട്ടാണെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം, അതായത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണമെന്ന്
നിബന്ധനയുണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൂടാതെ കേരളത്തിൽ ആകെ 1691 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 1691 ഒഴിവുകളിലേക്കാണ് നമുക്ക് പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപേക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിച്ച് അപേക്ഷിക്കുക. ഇതിന് എക്സാം ഇല്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ സ്കോർ ചെയ്ത മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റുകൾ കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.